ഇപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഉണ്ടാവും. ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന തരം ബുക്സ് ആയിരിക്കണം നമ്മളിപ്പോൾ വായിക്കേണ്ടത്. നമ്മുടെ ഒരു പ്രോബ്ലം എന്താ, അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. ഇപ്പം എനിക്ക് നെഗറ്റീവ് ചിന്തകൾ ധാരാളമുണ്ട്, ഞാനതിനെ സഫർ ചെയ്യുന്നു എന്നുണ്ടെങ്കിലേ എന്താണ് മനസ്സ്, എങ്ങനെ മനസ്സ് വർക്ക് ചെയ്യുന്നു, അങ്ങനെയുള്ള ബുക്സൊക്കെ വാങ്ങി വായിക്കാം. ഇപ്പം എനിക്ക് പണത്തിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്, അതാണ് എൻ്റെ പ്രശ്നമെങ്കിലേ മണി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും റിലേറ്റ് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള ബുക്സ് വാങ്ങി വയ്ക്കുക. ബുക്സ് തിരഞ്ഞെടുക്കുമ്പോൾ അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ വളർത്തുന്ന ഡെവലപ്പ് ചെയ്യുന്ന തരം ബുക്സ് ആയിരിക്കണം. എന്നോടൊരു നന്നായി വായിക്കുന്ന ഒരാൾ പറഞ്ഞത്, അയാളുടെ ചെറുപ്പകാലത്തെ കാലം നശിപ്പിച്ചത് കേരളത്തിലെ പ്രശസ്തനായ ഒരു റൈറ്റർ ഉണ്ട്, അയാളുടെ ബുക്സൊക്കെ വായിച്ച് അതിലാണെങ്കിലോ ജീവിതത്തിനൊരു അർത്ഥമല്ല, ജീവിതം വെറുതെയാണെന്നൊക്കെ ഉള്ള കോൺസെപ്റ്റ്സ് ഒക്കെ അടങ്ങിയ ബുക്സാണ്. ഇതൊക്കെ വായിച്ച് പിന്നെ അയാൾക്ക് ഒന്നിനും വേണ്ടി ട്രൈ ചെയ്യാനുള്ള മനസ്സില്ലാതായി പോയി. അതൊരു രക്ഷപ്പെടൽ തന്ത്രമാണ് അയാൾ പറഞ്ഞത്. ആ ബുക്സ് അയാളെ താഴോട്ടടിക്കുക ചെയ്തിട്ടുള്ളത്.